Watch full episodes on Jio Hotstar. മാജിക് കാണൂ. ലോകത്തിലെ ഏറ്റവും വലിയ മജീഷ്യന്റെ മാജിക് ഇതാ വന്ന് കാണൂ. നിങ്ങള് എല്ലാവരും വരൂ, എല്ലാവരും ഓടി വന്ന് കാണൂ ഈ മാജിക് ഷോ. അല്ല, ഇവിടെ എന്താണ് ഒരു ആൾക്കൂട്ടം? വാ, നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാമല്ലോ. ഇപ്പൊ എന്റെ സ്പെഷ്യൽ മാജിക് നിങ്ങൾക്ക് കാണാം. ഈ കൂട്ടത്തിലുള്ള ആർക്കെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ പോണെങ്കിൽ ഉടനെ എന്റെ ക്യാബിനകത്തേക്ക് വരൂ. പെട്ടെന്ന് നിങ്ങളെ വീട്ടിലയക്കുന്നതാണ്. ഓട്ടോയുടെ ടാക്സിയുടെ കാശ് നിങ്ങൾക്ക് ലാഭിക്കാമല്ലോ. അതെങ്ങനെ സാധിക്കുന്നേ? ഇപ്പൊ ആരെങ്കിലും വന്നൊന്ന് ഡിസപ്പിയർ ആക്കുവോ? ഇല്ല, വരൂ, നിങ്ങൾ തന്നെ വന്ന് നോക്കൂ. ശരി, എന്നെ ഒന്ന് വീട്ടിലേക്ക് അയക്കുവോ? ആർക്ക് വേണേലും വരാം. യു ആർ വെൽക്കം. അവിടെ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിലോ? ഇതുപോലെ ഒരുപാട് ഉടായ്പ പരിപാടികൾ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെ വേണേലും അയക്ക്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഈ ചേട്ടനെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞേക്ക. ഇദ്ദേഹത്തിന്റെ പേരാണ് മിസ്റ്റർ സിംഗാനിയ. ഈ സിറ്റിയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റിച്ച് മാൻ ആണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ എപ്പോഴും പത്രത്തിൽ വരും. എന്നെ അല്ല, വേറെ ആരെങ്കിലും അയച്ചു നോക്ക്. സാർ, ഇങ്ങനത്തിനൊക്കെ ഉടായ്പ പരിപാടി പൊളിക്കണമെങ്കിലേ ഇതാണ് ബെസ്റ്റ് വഴി. അത് മാത്രല്ല, ഞാനൊരു റിപ്പോർട്ടറും കൂടിയാണ്. ഇവന്മാരുടെ ഒക്കെ കള്ളക്കളി പൊളിക്കുകയാണെങ്കിലേ സാറിനെ ഫോക്കസ് ചെയ്ത് ഞാൻ ഒരു വലിയ ഇന്റർവ്യൂ നടത്താം. അതെയോ? ശരി, ഞാൻ തന്നെ പൊക്കോളാം. വരൂ വരൂ വരൂ, ആർക്ക് വേണേലും വരാം, എപ്പോ വേണേലും വരാം. ജസ്റ്റ് നിൽക്കൂ. നേരെ കഥ കടക്കൂ, എന്നിട്ട് വീട്ടിലേക്ക് പോകാനുള്ള വഴി നോക്കൂ. അല്ല, ഞാൻ എവിടെ വന്നിരിക്കുന്നേ? ഇതെന്റെ വീടല്ലല്ലോ. എന്താണ് ചെയ്യുന്നത്? ഒന്ന് വിട്. എടോ, ഇതിന്റെ പേരാണോ കിഡ്നാപ്പിംഗ്? എന്ത് കിഡ്നാപ്പിംഗ്? നേരെ നിന്റെ വീട്ടിൽ ഫോൺ ചെയ്തിട്ട് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് 5 കോടി രൂപ കൊണ്ടുവരാൻ പറ. കാശ് വന്ന ഉടനെ നേരെ നിന്റെ വീട്ടിലേക്ക് തന്നെ വിട്ടേക്കാം. കണ്ടില്ലേ, ആ പുള്ളിക്കാരന്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നു. അല്ല, എന്താ എല്ലാരും ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്ന് കൈയടിക്കൂ. അല്ല, അയാളെ സത്യത്തിൽ കാണുന്നില്ലല്ലോ. ഇതെങ്ങനെ സംഭവിക്കും? അല്ല, ഈ മോട്ടു എവിടുന്നാ വന്നേ? ഭാഗ്യത്തിന് ഞാൻ മാജിക്കാരന്റെ മേക്കപ്പ് ഇട്ടുകൊണ്ട് അവരെന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എനിക്ക് ഓട്ടോ കാശ് സേവ് ചെയ്യണം. ഞാനും പോവോ? അയ്യോ, ദേ ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നേ. എന്നെ വീട്ടിലേക്ക് നയിക്കേ. പെട്ടെന്ന് തന്നെ എന്നെ വീട്ടിലേക്ക് നയിച്ച് കാണിക്കേ. ഇപ്പോഴല്ല സാറേ, ഇപ്പൊ ഇനി കൊറേ മാജിക് എനിക്ക് കാണിക്കാൻ കിടപ്പുണ്ടല്ലോ. ഇവൻ പേടിച്ചു പോയത് കണ്ടില്ലേ? ഇവൻ കാണിക്കുന്നതൊക്കെ വലിയ നാടകം മാത്രമാണ്. ഇവൻ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞത് ഇവന്റെ ആളായിരിക്കണം. മോട്ടു, നീ പോന്നൊക്കെ ശരി, പക്ഷെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതേ. ശരി ശരി ശരി, ഇതിനെതിരെ ഇത്ര ഒച്ച വെക്കണേ? ഇയാളെ ഞാൻ വീട്ടിലേക്ക് അയച്ചോളാം. സാറേ, ദേ അകത്തേക്ക് പൊക്കോളൂ. കഥക് നന്നായിട്ട് പൂട്ടിക്കോ, എന്നിട്ട് നേരെ നിന്റെ വീട്ടിൽ എത്തിക്കോ. മോട്ടു വരുന്നുണ്ട്, അവനെ നന്നായിട്ട് കെട്ടി വെച്ചേക്കണം, മനസ്സിലായോ? അല്ല, ഇത് ഏത് സ്ഥലമാണ്? അയ്യോ, ഞാൻ ഏതോ സ്ഥലത്ത് അറിയാതെ പെട്ടുപോയി. അയ്യോ, എന്നെ തല്ലല്ലേ എന്നെ തല്ലല്ലേ. ഞാൻ ഇനി മാജിക്കിന് വരില്ല. ഓട്ടോ കാശ് സേവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനും പറഞ്ഞു വരില്ല. അയ്യോ, തല്ലല്ലേ. ഓ അയ്യോ അയ്യോ, ആരായത്? എന്നെ വെറുതെ വിടുന്നത്. മര്യാദയ്ക്ക് വന്ന വഴിക്ക് തിരിച്ചു പോകണം. ഞാനിനി ഈ ഭാഗത്തേക്കേ വരില്ലേ. ഇനി മേലാൽ വന്നെന്ന് വെച്ചോ.
നിങ്ങൾ ഇവനെ എന്താ ചെയ്തത്? എന്റെ ബോധക്ക് തുണിയൊക്കെ ഇട്ട് എന്നെ എല്ലാരും തല്ലി പഞ്ചറാക്കി. എനിക്കറിയാമായിരുന്നു ഇവരെന്നെ ഉറപ്പായിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടില്ല. അതിനൊറ്റ കാരണം ഉണ്ടാകത്തുള്ളൂ, നിങ്ങൾ ഈ നാട്ടുകാരനായിരിക്കില്ല. അതെ, ഞങ്ങൾ ഈ സ്ഥലത്തുള്ളവരല്ല. ഞങ്ങൾ ഫുർഫുരി നഗരത്തിൽ നിന്ന് വന്നവരോ. അപ്പൊ ഇങ്ങനെ പറ്റിക്കാൻ നോക്കി എങ്ങനെ മാജിക് ചെയ്യും? നിങ്ങൾ സ്വന്തം നാട്ടിൽ അഭ്യാസം കാണിച്ച് അടി വാങ്ങും, പിന്നെ വെളിയിൽ വന്നിട്ട് അഭ്യാസം കാണിച്ച് അടി വാങ്ങില്ലേ? ഞാൻ മുംബൈയിലുള്ള മാജിക്കുകാരനാ. അപ്പൊ മുംബൈയിലുള്ളവരെ മാത്രമല്ലേ എനിക്ക് വീട്ടിലേക്ക് അയക്കാൻ പറ്റൂ. എന്താ സുഹൃത്തുക്കളെ, ശരിയല്ലേ? നിങ്ങൾ തന്നെ പറയൂ. മോട്ടു, നമുക്ക് ഇവനെ പിന്നെ കണ്ടോളാം. പക്ഷെ എനിക്ക് ആ മാജിക് മാന്റെ മേലെ എന്തോ ഒരു ഡൗട്ട് ഉണ്ടെന്നേ. ശരി വാ, നമുക്കൊരു പ്ലാൻ ചെയ്യാം. അതെ, വരൂ വരൂ വരൂ, എല്ലാരും വരൂ. ഇന്നത്തെ അവസാനത്തെ മാജിക് കണ്ട് എല്ലാരും സന്തോഷപ്പെടുക. ഇനി പറന്നു പൊക്കോളൂ. സന്തോഷം സന്തോഷം. അതേ മജീഷ്യൻ, ഞങ്ങളെ പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് അയക്കാവോ? ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ നേരമായി. ഞങ്ങളെ പെട്ടെന്നൊന്ന് അയക്കൂ, പെട്ടെന്നാവട്ടെ. സോറി, ഇന്നത്തെ മാജിക് കഴിഞ്ഞു പോയി. ഇനി നിങ്ങൾ നാളെ വരൂ. ടുഡേസ് മാജിക് ഇസ് ഓവർ. അല്ല, അതെങ്ങനെ ശരിയാവുന്നേ? ഞങ്ങളെ കൂടി പെട്ടെന്ന് അയക്കേ, ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അയ്യോ, ഇത് ബോട്ടുപ്പത്തിലതിന്റെ വേഷം മാറി വന്നിരിക്കുകയാണല്ലോ. സാരമില്ല, നമുക്ക് എല്ലാരും തന്നെ ഒരു പാഠം പഠിപ്പിച്ചേക്കെ ഇപ്പൊ തന്നെ. ശരി, വരൂ വരൂ, എല്ലാവരും ദേ ക്യാബിനകത്തേക്ക് വരൂ. അതെ, അവര് പൊക്കോട്ടെ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. മാജിക് കാണണ്ടേ? ഓക്കേ. പിള്ളേരെ, ഇത് മോട്ടു വന്നിരിക്കുകയാണ് വേഷം മാറി. നല്ല പാഠം പഠിപ്പിച്ചു കൊടുത്തേക്ക് കേട്ടാ. ഇവന്മാരിനി ഇവിടെ രക്ഷപ്പെടാൻ പാടില്ല, മനസ്സിലായോ? കഥക് നന്നായിട്ട് പൂട്ടിക്കോ. നീ നേരെ അടി വാങ്ങാൻ വീട്ടിൽ പോക്കോ. ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. ഇൻസ്പെക്ടർ സാറ് എന്നെ രക്ഷപ്പെടുത്ത്. എന്നെ കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അഴിച്ചുവിടാൻ 5 കോടിയാ ചോദിക്കുന്നത്. എന്റെ അമ്മോ, സ്റ്റോപ്പ്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? ലൈറ്റ് ഓഫ് ചെയ്തോ? ഇവിടെ ഭയങ്കര ഇരുട്ടാണല്ലോ. വേണ്ട വേണ്ട. നേരം ഒരുപാടായി. നീ ഒന്ന് ആ കഥക് തുറന്നേ. അവര് വീട്ടിലേക്ക് പോയോന്ന് അറിയണ്ടേ? അതെ അതെ, കഥക് തുറന്ന് കാണിക്കേ. ശരി ശരി ശരി, തുറന്ന് കാണിക്കാം. ഒളിച്ചെടുന്നല്ലോ. ഇതെന്താ ഇത്? വീട്ടിലോട്ട് അയക്കാന്ന് പറഞ്ഞ ഇങ്ങനെ തല്ലിട്ട് അയച്ചിരിക്കുന്നേ. അമ്മേ, ക്യാബിന്റെ താഴേക്ക് പോകൂ, ക്യാബിന്റെ താഴേക്ക് പോകൂ. അല്ല, നിങ്ങൾ നേരത്തെ പോയവരല്ലേ? കാശുണ്ടാക്കാനായിട്ട് വേഷം മാറി വന്നിരിക്കുന്ന കണ്ടോ? ഇവരെ ഒന്നും ആരും വിശ്വസിക്കാനേ പാടില്ല. അവനെ വെറുതെ വിടരുത്. അതെ, അടിച്ച് തകർത്ത് കളയുമാരെ. നമ്മളെ വെക്കുന്നത്. അവിടെ നിൽക്കണം. ഓടിക്കോ. അവന്മാര് നമ്മളിട്ട് അടക്കുന്നതിന് മുമ്പ് നമുക്ക് ഓടി രക്ഷപ്പെടാൻ വരൂ. അങ്ങോട്ട് നോക്കണം മണ്ടന്മാരെ. ആ കള്ളൻ മജീഷ്യൻ നമ്മളെ കളിപ്പിച്ചിട്ട് ഓടിപ്പോകുന്നു. പിടിക്കവനെ. നിക്കടവിടെ കള്ളന്മാരെ, നിക്കവിടെ. കലക്കി മോട്ടു. നിൽക്കവിടെ. നിനക്കൊക്കെ നിന്റെ ക്യാബിൻ വഴി വീട്ടിൽ പോകാൻ പറ്റില്ലേ? നീ മാജിക് ചെയ്യാതെ എങ്ങോട്ടാണ് അതിലേക്ക് ഓടിപ്പോകുന്നത്? അല്ല, നീ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നോ? വേഷം മാറി വന്ന് ഇവിടെ മോഷ്ടിക്കാനായിരുന്നു പരിപാടിയല്ലേ? മര്യാദയ്ക്ക് ചാക്കടിച്ച് കാണിക്ക്. കോപ്പടി ഇളനീർ പട്ടാളമേ, come on, attack him. ശരി ചിങ്ങം സാർ. അയ്യോ വേണ്ട. അയ്യോ
സിംഗം സാർ എനിക്കിട്ടാണോ പണിതത്? അയ്യോ ഓടി രക്ഷപ്പെട്ടോടാ. താങ്ക് യു സിംഗം സാർ. ദേ കണ്ടില്ലേ, അവനാ കോപ്പിടിയാണ്. പിടിക്കവന്. ചിങ്കം സാറേ, നിങ്ങളാ നാളികേരം വിട്ടിട്ട് അവർക്ക് പണി കൊടുക്ക വേഗം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവര് രക്ഷപ്പെട്ടില്ലേ? സിംഗം സാർ എന്നാ പണിയാ കാണിച്ചത്? ഇനി എന്താ ചെയ്യുക? സമൂസയോ? ദേ സമൂസ ഇരിക്കുന്നു. ഇന്നാ പിടിച്ചോ, സമൂസ കഴിക്ക്, പണി തുടങ്ങ്. പൊളിച്ചടുക്ക് മോട്ടു. ഹലോ സാർ, വരൂ, പുറത്തേക്ക് വരൂ. നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയില്ലേ. എടാ മോട്ടു, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നിൽക്ക് നിൽക്ക്, ഞാൻ നിങ്ങൾക്കൊരു മാജിക്ക് കാണിച്ചു തരാം. 5 5 10 ഇതാ വാങ്ങിച്ച ഇടി. ഓ ഇനി ഇമാരെന്താ ചെയ്യാ? ഓ കോഴിയായി മാറാ, അല്ലെങ്കിൽ വേണ്ട നായിയായി മാറ്. ഇല്ല, നിങ്ങൾ ആടാകുന്നതായിരിക്കും നല്ലത്. എന്താ വേണ്ടത് പറയേ, പെട്ടത് പറയേ. എന്താ ഒന്നും വേണ്ടേ? Watch India's largest kids library only on Jio Hotstar. Download the app now.